മലപ്പുറത്ത് സിദ്ധൻ ചമങ്ങി യുവതിയെ പീഡിപ്പിച്ച യൂട്യൂബർ അറസ്റ്റിലായി. മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയും ഉദിരംപൊയിൽ സ്വദേശിയുമായ സജിൽ ചെറുപാണക്കാടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദിവ്യഗർഭം വാഗ്ദാനം ചെയ്താണ് ഇയാൾ യുവതിയെ ബലാത്സംഗം ചെയ്തത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂരുണ്ട്. പ്രശാന്ത്, പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസമാണ് ഈ യുവതി കൊളത്തൂർ സ്വദേശി, അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന യുവതി കൊളത്തൂർ പോലീസിൽ പരാതി നൽകുന്നത്. ഈ സജിൽ ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ഉദിരംപൊയിൽ സ്വദേശിയാണ്. അയാൾ ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയുമാണ്. അയാൾ അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് വ്യാജ സിദ്ധനായ ഇയാൾ ദിവ്യഗർഭം ധരിപ്പിക്കാമെന്നൊക്കെ ധരിപ്പിച്ച് ഈ സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇദ്ദേഹം മറ്റൊരു കൽപ്പകഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു പീഡന കേസിൽ കൂടി നേരത്തെ പ്രതിയാണ്. അതിൽ പരാതിക്കാരിയായ യുവതിയുടെ ബന്ധുവിനെയാണ് പിന്നീട് സൗഹൃദം സ്ഥാപിച്ച് ഇയാൾ ഇപ്പോൾ ബലാത്സംഗം ചെയ്തത്. ഉയ്യന്റെ മക്കളെ കൂടുതലൊന്നും പറയാനില്ല. അതായത് ഒരു സിദ്ധനാണെന്ന് പറയുന്നത് ഓൻ ദിവ്യ ഗർഭം വാഗ്ദാനം ചെയ്തു പോലായിരുന്നു. അതായത് ഗർഭിണിയാക്കണോ എന്ന് പറഞ്ഞിട്ട് നാടുതോറും അലയുന്ന ഒരു സിദ്ധൻ. എൻ്റെ കുഞ്ഞുമക്കളെ, എന്നാലും ഇവൻ്റെ എല്ലാം മുന്നിൽ പോയിട്ട് ഇവനോടൊക്കെ സംസാരിക്കുമ്പം തന്നെ നമുക്ക് ഇവനൊക്കെ കാണുമ്പം തന്നെ അറപ്പാകുന്നതാണ്. നല്ലവരായ മലപ്പുറംകാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനെ പോലെയുള്ള കുറെ വേട്ടാവളിയന്മാരുണ്ട്. യൂട്യൂബറാണെന്ന് പറഞ്ഞ് ഇറങ്ങും കുറേ എണ്ണാടുന്ന്. ഉള്ള കാര്യം പറയാലോ, എൻ്റെ മലപ്പുറത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരൊക്കെ വളരെ മാന്യതയോട് കൂടിയിട്ടും നല്ല രീതിയിലും ജീവിക്കുന്നവരാണ്. പക്ഷേ അതിൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തുള്ള മൊത്തത്തിൽ പറയിപ്പിക്കണം എന്നാ വിചാരിച്ച് നടക്കുന്ന കുറേ ടീമുകളിൽ പെട്ട ഒരു ചങ്ങാതിയാണ് ഇവനും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. ഈ സ്ത്രീകന്ത്ര മൂളിയില്ലേ, ഈ തലച്ചോറില്ലേ, അതായത് ഏതെങ്കിലും ഒരുത്തം വന്ന് ദിവ്യഗർഭം പിന്നെ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗർഭം എന്താ, ഈ സൈക്കിള് ഈ നമ്മൾ കാറ്റടിക്കുന്ന അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ടിരിക്കുന്നതാണ്. ദിവ്യ ഗർഭാക്കി തരാന്ന് പറഞ്ഞ് ഇതെങ്ങനെ ആക്കി കൊടുക്കുന്ന പറയുന്നത്. ഈ എൻ്റെ ഇതൊക്കെ എന്തൊരു വാർത്തയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് അറപ്പാണ് തോന്നുന്നു. മലയാളികളോട് പുച്ഛമാണ് തോന്നുന്നത്. അതായത് എമ്മാതിരി കൂതറ ടീമുകൾ നമ്മൾ മലയാളികൾ എന്ന് ആലോചിച്ചിട്ട് ഒരുത്തം വന്നിട്ട് പറയുക പോലും. നിങ്ങൾ ആലോചിച്ച് നോക്കറ, ഒരു സ്ത്രീയുടെ പുറകെ നടന്നിട്ട് ഒരു സ്ത്രീയുടെ മോത്തൂക്കിയിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ പിന്നെ ജീവിച്ചിരിക്കുക, ഇവനൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഒരു സ്ത്രീയോട് വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഗർഭമാക്കി തരാം, ദിവ്യഗർഭാക്കി തരാം എന്നൊക്കെ പറയുന്നവനെ നമ്മൾ എങ്ങനെയാണ് നേരിടുക? അപ്പം അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതെ എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു പോലും. എന്ത് പ്രചരിപ്പിക്കല്? ഇവൻ്റെ അടുത്ത് പോകുന്നോണ്ടല്ലേ. ഇവനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാറുണ്ട് ഒരു കൂറ കേസാന്ന്. എന്നിട്ടും ഈ പിന്നെ എന്താ പറയുക, ഭർത്താക്കന്മാരെയും പറ്റിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെയും പറ്റിച്ച് പോയി കഴിഞ്ഞിട്ട് എല്ലാം കവർന്നെടുത്തപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പോയിട്ട് എന്ന് പറഞ്ഞാൽ ഇമാതിരി പണിയാന്ന്. വളരെ മോശം. ഞാൻ പറഞ്ഞല്ലോ, ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഒന്നും മിണ്ടാതിരിക്കാനും കഴിയുന്നില്ല, മിണ്ടാനും പറ്റുന്നില്ല, മിണ്ടാതിരിക്കാനും കഴിയുന്നില്ല. ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയുന്നു, ഒരു തരത്തിലൊന്നും പറഞ്ഞാൽ ആ സ്ത്രീയും കൂടി അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്ന നടന്ന്. അതായത് ഇങ്ങനെയുള്ള കൂറകളോടൊക്കെ പോയിട്ട് അവരൊക്കെ ഒരു ഭർത്താവിനെ ചിലപ്പോൾ വഞ്ചിക്കുന്നതായിരിക്കൂലേ. വാടകയ്ക്ക് താമസിക്കുന്ന പോലും അല്ലത്. അല്ലെങ്കിൽ ആ വാടകയ്ക്ക് താമസിക്കുന്ന ആ വാടക കൊടുക്കാനും ഇതിൻ്റെ ചെലവിന് കൊടുക്കാനും ഇതിൻ്റെയൊക്കെ അണ്ണാക്കിൽ നടക്കാനുമായിട്ട് ആ പടാപ്പാട് വിടുന്നുണ്ടോ ആ ഭർത്താവ്. അതിന് രാവിലെ ഇറങ്ങി പോകുന്നതായിരിക്കും, വൈകുന്നേരം അതിന് വരുക. അപ്പോൾ വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ എല്ലാവരും ജോലിക്കും ആടിയിലും പോകുന്നത്. ആ വിശ്വാസം വഞ്ചനയല്ലേ കാണിക്കുന്നത് ഇവറ്റകൾ. കുറേ എണ്ണം ഭർത്താവ് ഉണ്ടായി കഴിഞ്ഞാലും പോയിട്ട് എന്ന് പറയുന്നത് തുണി പൊക്കി കൊടുക്കുവാർന്ന്. എന്നിട്ട് ഇവിടെ കിടന്നിട്ട് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് പറയാനാണ്? എന്തിനെ പറയും? ഇതൊക്കെ എന്ത് വർത്താനാണ് നമ്മൾ പറയേണ്ടത്? നമ്മൾ നിരന്തരമായിട്ട് പത്രമാധ്യമങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ളതിലും ഒക്കെ കാണുന്ന ഒരു സംഭവമാണിത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ വ്യാജന്മാരും കുറേ മറ്റുള്ളവരും ഇവരെല്ലാവരും ഉണ്ട്. അവരെ എല്ലാവരെയും സൂക്ഷിക്കണമെന്ന് പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ചില ആൾക്കാർ പോയിട്ട് അങ്ങ് വീണ് കൊടുക്കുകയാണ്. ചില ആൾക്കാർ പോയിട്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു മെസ്സേജ് മതി. അതായത് മൊബൈൽ ടു മൊബൈൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവൻ്റെ കൂടെ പോവാ. അവൻ്റെ കൂടെ അവൻ എന്ത് ഇതാ കാണിക്കുന്നത് എനിക്കറിയില്ല. മര്യാദയ്ക്ക് കുളിച്ച് കാണിച്ച് പോകുന്നവന് വരെ എന്ന് പറഞ്ഞാൽ ഇന്ന് പെണ്ണ് കിട്ടുന്നില്ല. എന്നിട്ട് ഇവനെ പോലെയുള്ള ഈ ബെടുക്കൂസന്മാർ, ഇങ്ങനെയുള്ള അലവലാദികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഒരുപാട് കേസുകളിൽ പ്രതിയായ ഒരുത്തന് വേണ്ടിയിട്ട് ഇതുപോലെ നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഭർത്താവിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഇവളൊന്നും ഇനി വെച്ചോണ്ടിരിക്കുക. ഇവളെല്ലാം എന്താ വെച്ചാൽ അപ്പോൾ തന്നെ ഒഴിവാക്കണം. ഇവൻ്റെയൊക്കെ കൂടെ പോയി പുറത്തോട്ടായിരുന്നു. അതാ വേണ്ടായിരുന്നു. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ മനുഷ്യൻ ഈറ്റുകളെല്ലാം ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറേ അറുവാണികളുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? കുറേ ടീമുണ്ട് ഇതേപോലെ അന്ധവിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് അതുപോലെ തന്നെ ഭർത്താക്കന്മാരെയും പറ്റിച്ച് രാവിലെ ഭർത്താക്കന്മാർ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോകുമായിരുന്നു എവിടെയെങ്കിലും. എന്നുവെച്ചാൽ ആരും അറിയില്ലല്ലോ. അങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട്. പിന്നെ കുറേ ടീമുകൾ നമുക്കറിയാലോ,
എന്താ വെച്ചാൽ ഇതിനിടക്ക് കണ്ടല്ലോ ഈ കൊച്ചിയിൽ നിന്ന് കയറ്റം മിഞ്ഞാന്ന് കണ്ടില്ലേ, വീട്ടുകാർ വിചാരിച്ചത് ഇവിടെ ജോലിക്ക് പോയതാന്ന് വിചാരിച്ചത്. അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടച്ഛൻ ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കല. അപ്പോഴാണ് വീട്ടമ്മേനെ പോലീസുകാർ 4 പേര് 5 6 പേരെ കൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവർ ഞെട്ടിപ്പോയി. കാരണം എന്താ അറിയാം, എവിടെ ജോലിക്ക് പോകുന്നു പറഞ്ഞിട്ട് പോന്നെയാ. മനസ്സിലാക്കണം നിങ്ങൾ. ഇങ്ങനെയുള്ള കൂറെ കേസുകളുണ്ട്. കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ പിന്നെന്താ പറയേണ്ടത്, ഈ തൊഴിലാളികൾ, ലൈംഗിക തൊഴിലാളികൾ, കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇവനെ പോലെയുള്ള ബെഡ്കൂസന്മാർ, കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബർമാരോടുള്ള ആരാധനകൾ കൂടിയിട്ട് അവരുടെ കൂടെ പോകുന്നവർ. ഈ യൂട്യൂബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് എല്ലാവരും വിചാരം. അങ്ങനെ ഇവരോടുള്ള ആരാധന കൂടിയിട്ട് ചില ആൾക്കാരൊന്നും തന്നെ ഇവരുടെ പുറകെ പോക്കുണ്ട്. പിന്നെ ഇവരോട് ഭയങ്കരമായിട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബർ വന്ന് ഭയങ്കരമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഓൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഓനോട് പിന്നെ എല്ലാ കാര്യങ്ങളും പറയും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീട്ടിലെ കാര്യങ്ങൾ പറയരുത്. വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാവ് കേട്ടിട്ട് കാണുന്നില്ലേ, നേതാവിനോട് പോയിട്ട് ഭർത്താവിൻ്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞതാണ്. അത് അവൻ കൃത്യമായിട്ട് മുതലെടുക്കുകയും ചെയ്തു. അവനാണെങ്കിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഗർഭിണിയാക്കുകയും ചെയ്തു. അവൻ സൈക്കിൾ മറ്റേ കാറ്റടിച്ചിട്ടൊന്നുമല്ല ഗർഭിണിയാക്കിയത്. ഇവിടെ ദിവ്യഗർഭം വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് വാർത്തയാണ് ഇത്? ഇത് എനിക്ക് പട്ടായതാണോ അല്ല നാട്ടുകാർക്ക് മുഴുവൻ പട്ടായതാണോ? ദിവ്യഗർഭം വാഗ്ദാനമൊന്നും അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ. ഇനി അതിന് പുതിയൊരു പേരും അതുപോലെ ഗർഭിണികളെ വരെ അപമാനിക്കുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങളൊന്നും നിങ്ങൾ കൊണ്ടുവരണ്ട. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ പെണ്ണും ആണും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭിണിയാകും. അതിലെന്ന് പറഞ്ഞാൽ വേണോ എന്ന് ചിന്തിക്കേണ്ടത് പെണ്ണിന്റെ കടമയാണ്. പെണ്ണിന് വേണമെങ്കിൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ 2 ചോദിച്ചു കഴിഞ്ഞാൽ 2 കൊടുത്തിട്ട് പോകാം. ഇതൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ നാട്ടിലുള്ളപ്പോഴേ എന്തിനാണ് ഇങ്ങനെയുള്ള നാണംകെട്ട പരിപാടികൾക്ക് നിൽക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, എവിടെയെങ്കിലും പോയിട്ട് ഒരു 10 ഉറുപ്പ്യൻ്റെ ഇത് കിട്ടും. ഗവൺമെൻറ് ആശുപത്രിയിലാണ് അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതെങ്കിലും വാങ്ങിച്ച് ധരിക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കുക. എന്തിനാ പാവം ഭർത്താവിനെയും അതുപോലെ തന്നെ മക്കളെയും ഇങ്ങനെ ക്രൂശിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോയിട്ട് നിങ്ങളെപ്പോലെയുള്ള ആളെ പോറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടില്ലേ, മുണ്ടൂര് എന്ന് പറയുന്ന സ്ഥലത്ത് കാമുകന്റെ അണ്ണാക്കിൽ തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. കാമുകൻ അണ്ണാക്കിൽ, കാമുകന് പൈസ കിട്ടായിട്ട് അമ്മയുടെ മാല പൊട്ടിക്കുമ്പോൾ അമ്മ അറിഞ്ഞു, അപ്പോൾ അവിടെ അമ്മേനെ അങ്ങ് തീർത്തു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ശരിക്കും ഭ്രാന്തായല്ല, കാമഭ്രാന്താലയം എന്ന് ഞാൻ പറയുള്ളൂ. കാമഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ വന്നതിനോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ മുഴുവൻ തകർന്നു. കുടുംബാംഗങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെയായി. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവ് രാവിലെ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 മണിക്ക് ഇവരിറങ്ങും. പിന്നീട് തന്നെ ഇവർ കയറി വരുന്ന 1 മണിക്കാണ്. ആലോചിച്ച് നോക്കണേ ഇപ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ്. ഇപ്പൊ ഒന്നും അറിയണ്ടല്ലോ, വെറും ഇൻസ്റ്റഗ്രാം മെസ്സേജ് മാത്രം അയച്ചാൽ പോരെ. വേറെ ഏതെങ്കിലും ജില്ലക്കാരൻ ഇപ്പോൾ ഈ കണ്ണൂരുള്ളവനാണെങ്കിൽ കാസർഗോഡ് പോവുക, ഇല്ലെങ്കിൽ കാസർഗോഡിലുള്ളവനാണെങ്കിൽ മലപ്പുറത്ത് പോവുക, മലപ്പുറമുള്ളവനാണെങ്കിൽ വേണമെങ്കിൽ എറണാകുളത്ത് പോവുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ആരും മനസ്സിലാവില്ലല്ലോ. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് അറിയുന്നവനാണെങ്കിലും എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പോയി പാടി നടക്കും ചിലപ്പോഴേ. അതുകൊണ്ട് തന്നെ ഒരു ഭയമുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഭയം സ്ത്രീകൾക്കും പോയിരിക്കുകയാണ്, എല്ലാവർക്കും പോയിരിക്കുക. അതുകൊണ്ട് ഇങ്ങനത്തെ കേസുകളൊന്നും ദൈവത്തെ പറയരുത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രബുദ്ധ കേരളത്തിന് തന്നെ നാണക്കേടാണ്. ദിവ്യ ഗർഭം ഉണ്ടാക്കി കൊടുക്കാൻ പോലും വളരെ കഷ്ടം. നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഹൈപ്പ് ചെയ്തതാണ്. ബൈ ബൈ.